Dear friends, welcome to our new HSA Physical Science live class. Okay. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെ ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ HSAൻ്റെ കോച്ചിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്നത് അസറ്റിക് സ്ട്രെങ്ത്തിൻ്റെ കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ബേസിക് സ്ട്രെങ്ത്തിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ബേസിക് സ്ട്രെങ്ത്. ബേസിക് സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബേസിക്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നേരെ ബേസിസിറ്റി എന്ന് പറയുന്ന പ്രോബ്ലത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, കഴിഞ്ഞ ലെസണുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും എന്നുള്ളത്. ഇത് CSIR ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് നൈട്രജൻ. There is 2 hydrogen atom and 1 positive charge at the nitrogen. This is the compound A. ഇനി കോമ്പൗണ്ട് B ആണ്. സോ കോമ്പൗണ്ട് B എന്ന് പറയുന്നത് ഇതാണ് കോമ്പൗണ്ട് B. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. നൈട്രജൻ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. then H and H. so this is B. and കോമ്പൗണ്ട് C എന്ന് പറയുന്നത് പീരിഡിനാണ്. പീരിഡിന്മേ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. പോസിറ്റീവ് ചാർജ് ആൻഡ് 1 ഹൈഡ്രജൻ. ഓക്കെ, ആൻഡ് കോമ്പൗണ്ട് D എന്ന് പറയുന്നത് പീരിഡിൻ തന്നെയാണ്. ഓക്കെ, മൈനസ് H പ്ലസുമായിട്ട് മൈനസ് ചാർജ് പോസിറ്റീവായിട്ട് കമ്പനി ചെയ്താൽ ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് പോകും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ചാർജ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. സോ ദിസ് ഇസ് ദ പ്രൊഡക്റ്റ്. ഒരു H ഉണ്ടാവും അല്ലേ? എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടുന്ന് ഒരു H പ്ലസ് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസും ഇവിടുത്തെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. ഇവിടെ വരുന്ന മൈനസ് ചാർജ് ഇവിടുത്തെ പോസിറ്റീവും കൂടി കുടിച്ചത് ന്യൂട്രൽ ആവും. ആൻഡ് ദിസ് ഇസ് A ആൻഡ് ദിസ് ഇസ് B. B എന്ന് പറയുന്നത് എന്താണ്? H പ്ലസ് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ്. ആൻഡ് ദറ്റ് കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ കോൺജുഗേറ്റ് ബേസ് ഇസ് ലൈക്ക് ദിസ് വേസ്. there is a lone pair electron and it is an aromatic, right? Aromatic. So it is more and more stable. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത? The conjugate base is more stable. Conjugate base എന്ന് പറയുന്നത് is more stable ആയതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ ആൻസറിലേക്ക് വരാൻ പറ്റും. The B is the correct answer because ഒരു H പ്ലസിനെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി അത് നോക്കിയിട്ടാണ് നമ്മൾ അസിഡിറ്റി എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അസിഡിറ്റി പറയുന്നത്. സോ ദ കോൺജുഗേറ്റ് ബേസ് ഇസ് മോർ സ്റ്റേബിൾ ആൻഡ് അരോമാറ്റിക്. സ്റ്റേബിൾ ആയത് എന്തുകൊണ്ടാണ്? അരോമാറ്റിക് ആയതുകൊണ്ടാണ്. സോ ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് ദി മോസ്റ്റ് സ്റ്റേബിൾ കോൺജുഗേറ്റ് ബേസ്. സോ ദെയർഫോർ ഇയാൾക്ക് ഇവിടുന്ന് H പ്ലസിനെ ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ദെയർഫോർ ദ B is the most acidic. B is the most acidic. So this is one of the question from the CSIR. ഇത് CSIR ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം നമുക്ക് ഏതായാലും നമ്മൾ HSA ബേസ് ചെയ്തിട്ടുള്ള ബാക്കി ടോപ്പിക്കിലേക്ക് പോവാം.
ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ബേസിക് നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ബേസിക് നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ബേസിക് സ്ട്രെങ്ത്തിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പോകണം, നമ്മളൊരു ബേസിനെ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് എ ബേസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ബി ആൻഡ് ഇറ്റ്, നിങ്ങൾക്ക് അറിയാം ബേസ് എപ്പോഴും എന്താ ചെയ്യുക, എച്ച് പ്ലസിനെ അബ്സ്ട്രാക്ട് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ എച്ച് പ്ലസിനെ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ചെയ്യുക, സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ബേസ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഹാവ് ടെൻഡൻസി ടു ആക്സെപ്റ്റ് പ്രോട്ടോൺ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൊണേറ്റ് പ്രോട്ടോൺ. എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് പ്രോട്ടോൺ. അത് നമുക്കറിയാം. ആസിഡ് ഈസ് എ പ്രോട്ടോൺ ഡോണർ അല്ലെ, ആസിഡ് ഈസ് എ പ്രോട്ടോൺ ഡോണർ ആണ്, ഡോണർ. ആൻഡ് ബേസ് എന്ന് പറയുന്നത് എന്താണ്, ബേസ് ഈസ് എ പ്രോട്ടോൺ അക്സെപ്റ്റർ. സോ ഇവിടുത്തെ ബേസും, ദിസ് ഇസ് എ ബേസ്, ബി എന്ന രീതിയിലുള്ള ബേസിനെയാണ് എച്ച് പ്ലസിനെ സ്വീകരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ബി എച്ച് പ്ലസ് എന്നായിട്ട് മാറുന്നു. സോ നമ്മൾ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ് എഴുതുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ബി എച്ച് പ്ലസ്, ഓക്കെ, divided by concentration of B into concentration of H plus, concentration of B into concentration of H plus. So this is the dissociation constant of base Kb. This is the dissociation constant of the base Kb, right? ഇനി ഇതിൻ്റെ പി കെ ബി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം. പി കെ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നു. അപ്പോൾ എന്താണ് പി കെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ലോഗ് കെ ബി ആണ്, മൈനസ് ലോഗ് കെ ബി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. സോ അപ്പോൾ നമുക്ക് ഈ ബേസിക് അതേപോലെ ഈ കെയും കെ ബിയും തമ്മിലുള്ള കെ ബിയും പി കെ ബിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ബേസിക് സ്ട്രെങ്ത് ആൻഡ് ദ ബേസിക് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെ ബി and inversely proportional to PKB. Okay, basic strength is directly proportional to KB ആണ്, അതായത് KBക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്നാൽ PKBക്ക് എങ്ങനെയായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, PKBക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ദെൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, and it is directly proportional to base. Okay, stability of the conjugate base, stability of the conjugate base, and it is directly proportional to the presence of electron donating group ഉണ്ടെങ്കിൽ അതിന് directly proportional ആയിരിക്കും. And it is inversely proportional to the electron withdrawing group. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതെന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, കെ ബിക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്നാൽ പി കെ ബിക്ക് എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സ്റ്റെബിലിറ്റി ഓഫ് ദി കോൺജുഗേറ്റ് ബേസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, അത് മോർ ബേസിക് ആയിരിക്കും. എന്നാൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, ലീസ്റ്റ് ബേസിക് ആയിരിക്കും. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ബേസിക് സ്ട്രെങ്ത്. ഓക്കെ, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ബേസിക് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന ഒരു കോമ്പൗണ്ടാണ് അമോണിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. അമോണിയ എന്ന് പറയുന്നത് ഈസ് എ ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് പ്രകാരം ഈസ് എ ബേസ്. അമോണിയ ഒരു ബേസ് ആണ് അല്ലെ, ഈസ് എ ബേസ്. മാത്രമല്ല അത് ലൂയിസ് ബേസ് കൂടിയിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. ഇറ്റ്സ് ഓൾസോ എ ലൂയിസ് ബേസ്. സോ ലൂയിസ് ബേസ് ആണ് കൂടി പരിഗണിക്കാം, ബിക്കോസ് അമോണിയയിൽ ഒരു പെയർ ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ പെയറിന് ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് അമോണിയ എന്താണ്, ബ്രോൺസ്റ്റഡ് ബേസും ആണ്, അതേപോലെ എന്താണ്, ലൂയിസ് ബേസും ആണ്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അമോണിയ എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുക്കാം. അതിനെ H2O റിയാക്ട് ചെയ്യിപ്പിച്ചാൽ വി ഗെറ്റ് NH4 പ്ലസ് ആയോൺ കിട്ടും, പ്ലസ് OH മൈനസ് ആയോൺ കിട്ടും. സോ ഇവിടെ NH3 എന്താ ചെയ്തത്, വൺ ഓഫ് ദ പ്രോട്ടോൺ H പ്ലസിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് എ ബേസ്. ഇവിടെ H2O വാട്ടർ എന്ത് ചെയ്യുന്നു, H പ്ലസിനെ ഡൊണേറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് പറയും, H2O ഈസ് എ ആസിഡ് എന്ന് നമ്മൾ പറയും. H2O ഈസ് എ ആസിഡ് എന്ന് പറയും. അപ്പോൾ ഇതൊരു എന്താണ്, ബ്രോൺസ്റ്റഡ് ബേസ് ആണ്. സിമിലർലി അമോണിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലൂയിസ് ബേസ് കൂടിയാണ്. അമോണിയ ഈസ് എ ലൂയിസ് ബേസ് ബിക്കോസ് ഇറ്റ് ഹാവ് ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ പെയറിനെ NH3 എന്തുണ്ട്, ഒരു ഇലക്ട്രോൺ പെയർ ഉണ്ട്, ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. ഇറ്റ് ഹാവ് ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ.
So therefore, electron pair, therefore it acts as a Lewis base. അത് ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇനി ഡൗട്ട്സ്? അപ്പം നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു NH3 എന്ന് പറയുന്ന എക്സാമ്പിൾ മാറ്റിയിട്ട് നമുക്ക് അമൈൻസ് എടുക്കാം. അതിനകത്ത് ഒരു H ഒഴിവാക്കിയിട്ട് നമുക്ക് അമൈൻ ആക്കാം. RNH2, ഇറ്റ്സ് ആൻ അമൈൻ, ഇറ്റ്സ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട്, അമൈൻസ്. ഓക്കെ, എന്താ സംഭവിച്ചത്? NH3 എന്ന് പറയുമ്പോൾ 3 നൈട്രജന്, റൈറ്റ്, നൈട്രജൻ, ഒരു ലോണ്, ദെൻ ഹൈഡ്രജൻ, ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ആയിരുന്നു. അതിനകത്തുള്ള ഒരു ഹൈഡ്രജൻ, വൺ ഓഫ് ദ ഹൈഡ്രജൻ ഇസ് റീപ്ലേസ്ഡ്. അതിനകത്തുള്ള ഒരു ഹൈഡ്രജനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് റീപ്ലേസ്ഡ് ബൈ ആര് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്? ഇറ്റ്സ് ആൻ ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് വെച്ചിട്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നു R ഗ്രൂപ്പ്. ആൻഡ് ദിസ് ഇസ് വാട്ട് ഈസ് കോൾഡ് അമൈൻസ്. ഓക്കെ, അമൈൻ എന്ന് പറയും. ഓക്കെ, സോ അമൈനകത്ത് എന്തുണ്ട്? നൈട്രജൻ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. സോ അപ്പോൾ നമ്മൾ പറയുന്നു ദ അമൈൻസ് ആർ ലൂയിസ് ബേസ് because it have tendency to donate proton. Okay, because it have tendency to donate proton. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിവിടെ പ്രൈമറി അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി അമൈൻസ് എടുക്കുകയാണ്. ദാറ്റ് മീൻസ് പ്രൈമറി അമൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സോ ദിസ് ഈസ് R ഗ്രൂപ്പ് ആൻഡ് ദെൻ നൈട്രജൻ ആൻഡ് 2 ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ പ്രൈമറി അമൈൻ എന്ന് ഞാൻ പറയുന്നു. സെക്കൻഡറി അമൈൻ ആകുമ്പോൾ എന്ത് ചെയ്യും? ആ നൈട്രജന്മേലുള്ള 2 ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് വരും. സോ ദിസ് ഇസ് എ സെക്കൻഡറി അമൈൻ എന്ന് പറയാം. ദെൻ ടേർഷറി അമൈൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും? അതിനകത്തുള്ള 3 ഹൈഡ്രജനെയും മാറ്റിയിട്ട് എന്ത് വരും? ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരും. സോ ഇപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യത്തേ ഉള്ളൂ, ഇവിടുന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആൽക്കൈൽ ഗ്രൂപ്പ്, ആ ആൽക്കൈൽ ഗ്രൂപ്പിന് എന്ത് സ്വഭാവമാണുള്ളത്? ഇലക്ട്രോൺ. ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു. എന്താ പഠിച്ചത്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, ഇവിടെ പഠിച്ചില്ല, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇവിടെ നമ്മൾ പഠിച്ചു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ ബേസിക് സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ബേസിക് സ്ട്രെങ്ത് കൂടാനുള്ള കാരണം കൂടി നോക്കാം. ഇവിടെ ഈ 6 എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പുൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ നൈട്രജന്റെ അടുത്ത് ഇലക്ട്രോണിന്റെ പ്രസൻസ് അവൈലബിലിറ്റി കൂടും. സോ ദാറ്റ് വിൽ ഈസിലി ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ. സോ ഇറ്റ് ഈസ് മോർ ലൂയിസ് ബേസ്. അത് മോർ ബേസ് ആവും അല്ലേ? ദെൻ ഇവിടെ ഈ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ, നോക്കൂ, ഈ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2 R ഗ്രൂപ്പ് ഉണ്ട്. സോ ദ ഇലക്ട്രോൺ അവൈലബിലിറ്റി ഓൺ ദ നൈട്രജൻ ഈസ് അഗൈൻ ഇൻക്രീസസ്. അപ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യും? ഇലക്ട്രോണിന്റെ പ്രസൻസ് കൂടുന്നത് കൊണ്ട് പെട്ടെന്ന് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് മോർ ബേസിക്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് എ ടെർഷറി അമൈൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 3 എന്തുണ്ട്? ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ഇറ്റ്സ് എ ടെർഷറി അമൈൻ. അപ്പോൾ 3 ആൽക്കൈൽ ഗ്രൂപ്പ് കൂടി ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രോണിനെ പുൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രോൺ അവൈലബിലിറ്റി ഇവിടെ നൈട്രജന്റെ അടുത്ത് വളരെ കൂടുതലായിരിക്കും. സോ പെട്ടെന്ന് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിന് അത് ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻ നോൺ പോളാർ സോൾവെന്റ്, ഓക്കെ, ഇൻ നോൺ പോളാർ സോൾവെന്റ്, ഇത് നോൺ പോളാർ സോൾവെന്റിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദി ബേസിസിറ്റി ഓഫ് ദീസ് 3 അമൈൻസ്? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു അമോണിയനെ കൂടി കൺസിഡർ ചെയ്യാം. അമോണിയ എന്ന് പറയുമ്പോൾ നൈട്രജന്, ദെൻ ലോൺ പെയർ ഇലക്ട്രോൺ, ബാക്കി 3 ഹൈഡ്രജൻ. ഓക്കെ, അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ ഇലക്ട്രോണിനെ പുൾ ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇല്ല. ഇലക്ട്രോണിനെ പുൾ ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അമോണിയയിലാണോ അതേപോലെ ഈ അമൈൻസിലാണോ ഇലക്ട്രോണിന്റെ അവൈലബിലിറ്റി കൂടുതൽ ഉണ്ടാവുക? അമൈൻസിലായിരിക്കും. കാരണം എന്താ? ഇവിടെ R ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? ആൽക്കൈൽ ഗ്രൂപ്പ്, അതനുസരിച്ചിട്ട് ഇലക്ട്രോണിന് അത് എന്ത് ചെയ്യും? പ്ലസ് ഐ എഫക്റ്റ് ആണ്. ഏത് എഫക്റ്റ് ആണ് കാണിക്കുന്നത്? ഇറ്റ്സ് പ്ലസ് ഐ എഫക്റ്റ്. എല്ലാ ആൽക്കൈൽ ഗ്രൂപ്പിലും ഏത് എഫക്റ്റാണ് കാണിക്കുന്നത്? പ്ലസ് ഐ എഫക്റ്റ്. എന്നാൽ ഇവിടെ പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അമോണിയയിൽ പ്ലസ് ഐ എഫക്റ്റ് കാണിക്കാൻ ആരുമില്ല. റെഡി? അപ്പോൾ ഇവിടെ ഇലക്ട്രോണിനെ പുള്ള് ചെയ്യുന്ന, ശരിക്കും മനസ്സിലാക്കുക, ഇവിടെ ഇലക്ട്രോണിനെ പുള്ള് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ ബേസിസിറ്റി കൂടുതലായിരിക്കും. 2 ആൾ വരുമ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കും. 3 ആൾ വരുമ്പോൾ എന്തായിരിക്കും? അതിനേക്കാൾ കൂടുതലായിരിക്കും. എന്നാൽ അമോണിയക്കകത്ത് ഈ പറയുന്ന ഇലക്ട്രോൺ പുള്ള് ചെയ്യാനുള്ള ആരും അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കതിൻ്റെ ഓർഡർ എഴുതാം. അമോണിയ ഇസ് ലെസ് ബേസിക് അല്ലേ? അമോണിയക്ക് ബേസിസിറ്റി കുറവാണ്. അമോണിയ ലെസ് ബേസിക് ദാൻ, ആർക്കാ ബേസിസിറ്റി കൂടുതൽ? പ്രൈമറി അമൈൻ കൂടുതലായിരിക്കും. ദാൻ സെക്കൻഡറി അമൈൻ, ദാൻ ടേർഷറി അമൈൻ. So this is the order of basic strength of the amines in non-polar solvent. ഇത് non-polar solventനകത്ത് എങ്ങനെ ഇരിക്കും? Okay, so non-polar solventനകത്ത് the order of basic nature of the amines എന്ന് പറയുന്നത് ഈ ഒരു ഓർഡർ ആയിരിക്കും ഉണ്ടാവുക. Is it clear?
ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പം നമ്മൾ അലിഫാറ്റിക് അമീൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. ആർ ഗ്രൂപ്പാണ് എടുത്തത്, അലിഫാറ്റിക് ഗ്രൂപ്പ്. അതായത് ആർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ് CH3 then CH3 CH2 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒക്കെ മീൻസ് ഇറ്റ്സ് എൻ അലിഫാറ്റിക്. പറഞ്ഞത് ആരെ കേസാണ്? അലിഫാറ്റിക് അമീൻസിന്റെ കേസാണ്. സപ്പോസ് വി ആർ ഗോയിങ് ടു കൺസിഡർ ആൻ അരോമാറ്റിക് അമീൻസ്, നമ്മൾ അരോമാറ്റിക് അമീൻസിന്റെ കേസ് എടുക്കാം. അരോമാറ്റിക് അമീൻസിന്റെ കേസ് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ബെൻസീൻ റിങ്ങിൽ NH2 വരുന്ന കേസ് എടുക്കുന്നു എന്ന് വിചാരിക്കാം. ബെൻസീൻ റിങ്ങിൽ NH2 വരുന്ന കേസിൽ ഈ നൈട്രജൻ ലോൺ പെയർ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം നിങ്ങൾക്ക് അറിയാം. എന്താ പ്രശ്നം? ആ ലോൺ പെയർ ഇലക്ട്രോൺസ് എവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? ദാറ്റ് ലോൺ പെയർ ഇലക്ട്രോൺ ദാറ്റ് വിൽ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ റെസൊണൻസ് ആൻഡ് വി ഗെറ്റ് ദ ഫസ്റ്റ് റെസൊണൻസ് സ്ട്രക്ചർ. നമുക്ക് ഫസ്റ്റ് റെസൊണൻസ് സ്ട്രക്ചർ കിട്ടും. ഇവിടെ ഡബിൾ ബോണ്ട് ആവും. നൈട്രജൻ എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് വരും. ഇവിടെ മൈനസ് ചാർജ് വരും. ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട്. അതിന്റെ അർത്ഥം ഈ ലോൺ പെയർ ഇലക്ട്രോണിന് അയാൾക്ക് ഒരു ബേസിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബേസിക് നേച്ചർ കാണിക്കാൻ കിട്ടുന്നില്ല. പകരം എന്ത് ചെയ്യുക ചെയ്യുന്നത്? ദാറ്റ് വിൽ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ റെസൊണൻസ്. അത് റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ അയാൾക്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയോ? ഇല്ല. ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയോ? ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? കാരണം ആ ഇലക്ട്രോൺ പെയർ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. റെഡി, റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത്? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്തത്. എന്നാൽ പിന്നെ നേരത്തെ പറഞ്ഞ അലിഫാറ്റിക് അമൈൻസിന് ആ ഒരു പ്രശ്നമല്ല. റെസൊണൻസിലൊന്നും പങ്കെടുക്കുന്ന പ്രശ്നം അവിടെ വരുന്നില്ല. റെഡി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ളത് ആരാണ്? വിച്ച് ഈസ് മോർ ബേസിക്? അലിഫാറ്റിക് അമൈൻ ആണോ? അലിഫാറ്റിക് അമൈൻ ആണ് മോർ ബേസിക് അല്ലെ? അലിഫാറ്റിക് അമൈൻസ് ആണ് മോർ, അലിഫാറ്റിക് അമൈൻസ് ആർ മോർ ബേസിക് ദാൻ അമോണിയ. ഓക്കെ, അതും കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ആരോമാറ്റിക് അമൈൻസ് വരുന്നത്. ആരോമാറ്റിക് അമൈൻസ് വരുന്നത്. വൈ ആരോമാറ്റിക് അമൈൻസ് ദ ലാസ്റ്റ്? ഓക്കെ, എന്തുകൊണ്ടാണ് ആരോമാറ്റിക് അമൈൻസ് ലീസ്റ്റ് ബേസിക് ആയത്? ബിക്കോസ് അതിനകത്തുള്ള ഇലക്ട്രോൺ പെയർ എവിടെ പങ്കെടുക്കുന്നു? റെസൊണൻസിൽ പങ്കെടുക്കുന്നു. അതിനകത്തുള്ള ഇലക്ട്രോൺ പെയർ എവിടെ പങ്കെടുക്കുന്നു? റെസൊണൻസിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഇലക്ട്രോൺ അവൈലബിലിറ്റി കുറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ തരാമെന്ന് വിചാരിക്കാം. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ തരാണ്. CH3 CH2 NH2. ദിസ് ഇസ് എ ഈഥൈൽ അമൈൻ and ammonia and second one is aniline. ഇതിന്റെ പേര് അനിലിൻ എന്നാണ്. ഓക്കെ, സോ അറേഞ്ച് ദ ഗിവൺ കോമ്പൗണ്ട് ഇൻ ദ ഓർഡർ ഓഫ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് എന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് മൂന്നും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇത് അലിഫാറ്റിക് അമൈൻ ആണ്, ഇത് അമോണിയാണ്, ഇത് അരോമാറ്റിക് അമൈൻ ആണ്. സോ അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ബേസിക് ആറ്റിക് അമൈൻ ആയിരിക്കും മോസ്റ്റ് ബേസിക്, പിന്നെ അമോണിയ ആയിരിക്കും, പിന്നെ ആയിരിക്കും ആര് വരുന്നത്? അരോമാറ്റിക് അമൈൻ വരുന്നത്. അരോമാറ്റിക് അമൈൻ ലീസ്റ്റ് ബേസിക് ആവാനുള്ള കാരണം അതിനകത്തുള്ള ഇലക്ട്രോൺ പെയർ ഇവിടെ പങ്കെടുക്കുന്നതുകൊണ്ടാണ്, റെസിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ മറ്റൊരു എക്സാമ്പിൾ തരാം. ശ്രദ്ധിക്കുക. ഐ എം ഗോയിങ് ടു ഗിവ് അനദർ എക്സാമ്പിൾ. ദാറ്റ് ഈസ്, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന എക്സാമ്പിൾ ഇതാണ്. CH3 NH2. ശ്രദ്ധിക്കുക, 1 സെക്കൻഡ്. CH3 NH2 and another example is CH3 NH, again CH3, so it's a secondary amine, and CH3 N CH3 CH3. ക്ലിയർ ആണല്ലോ? സോ 3 അമൈൻ ഇട്ടിട്ടുണ്ട്. ഈ 3 അമൈൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയാം? ഇറ്റ്സ് എ പ്രൈമറി അമൈൻ, ഇറ്റ്സ് എ സെക്കൻഡറി അമൈൻ, and it is a tertiary amine. Okay, so in the case of non-polar solvent, ഇത് non-polar solvent ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രോണെ പുള്ളയും ഇങ്ങോട്ട് ഇലക്ട്രോണെ പുള്ളയും അല്ലെ? ഇവിടെ 2 പേര് മാത്രമേ പുള്ളി ഉണ്ടാവുള്ളൂ. ഇവിടെ ആണെങ്കിലോ 1 പേര് മാത്രമേ പുള്ളി ഉണ്ടാവുള്ളൂ. So in non-polar ശ്രദ്ധിക്കുക, in non-polar solvent the order of basic strength is tertiary amine is more basic than secondary amine than primary amine in the case of non-polar solvent. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് what happened in the presence of a polar solvent in polar solvent അല്ലെങ്കിൽ in aqueous medium in aqueous solution what happened to the basic strength. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ NH3 എടുത്തു എന്ന് വിചാരിക്കാം. അതൊരു ബേസുമായിട്ട്, അല്ലെങ്കിൽ അത് ബേസ് ആവുന്ന എപ്പോഴാണ്? അതൊരു H+ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് NH4+ ആയി മാറും. അപ്പോൾ ഞാൻ ആ NH4+ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാൻ പോവാണ്. NH4+ ഞാൻ എഴുതാണ് നൈട്രജൻ H and there is a positive charge at the nitrogen.
ഇതൊരു പോളാർ സോൾവെന്റ് ലൈക്ക് അക്വസ് മീഡിയത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അക്വസ് മീഡിയത്തിൽ നിങ്ങൾക്ക് അറിയാം ആരുണ്ടായിരിക്കും, വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് വിൽ ഫോം എൻ ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ. ക്ലിയർ? It will form a hydrogen bond with water. Okay, ഇത് വാട്ടർ ആയിട്ട് എന്ത് ചെയ്യും, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ആൻഡ് ദിസ് ഇസ് വാട്ട് ഈസ് കോൾഡ് സോൾവേഷൻ ഇഫക്റ്റ്. സോൾവേഷൻ ഇഫക്റ്റ് അതിനെ വിളിക്കുന്ന പേരെന്താണ്, സോൾവേഷൻ ഇഫക്റ്റ്. ഓക്കെ, സോ അപ്പോൾ അമോണിയന്റെ കേസിൽ സോൾവേഷൻ ഇഫക്റ്റ് എത്രയായിരിക്കും, 4 സോൾവേഷൻ ഇഫക്റ്റ് ഫോം ചെയ്യും അല്ലെ, 4 വാട്ടർ, 2 3 4 അല്ലേ. സോ therefore its stability is very high. Its stability is very high. കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി വളരെ കൂടുതലായിരിക്കും ഡ്യൂ ടു ദ സോൾവേഷൻ എഫക്റ്റ്. എത്ര സോൾവേഷൻ എഫക്റ്റ് ഉണ്ട്, 4 സോൾവേഷൻ എഫക്റ്റ് ഉണ്ടാവും. എന്നാൽ ഇൻ ദ കേസ് ഓഫ് എ പ്രൈമറി അമൈൻ, നിങ്ങളൊരു പ്രൈമറി അമൈൻ എടുത്ത് നോക്ക്. സപ്പോസ് യു ആർ കൺസിഡറിങ് എ പ്രൈമറി അമൈൻ. നമ്മളൊരു പ്രൈമറി അമൈൻ കൺസിഡർ ചെയ്യാം. നമ്മളൊരു പ്രൈമറി അമൈൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം RNH2 എന്നാണ് പ്രൈമറി അമൈൻ അല്ലേ. അതൊരു H+നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായി മാറും, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു RNH3+ എന്ന് പറയുന്ന കോൺജുഗേറ്റ് ആസിഡ് ആയിട്ട് മാറും. റൈറ്റ്? സോ അപ്പോൾ ആ കോൺജുഗേറ്റ് ആസിഡിന്റെ ഒരു പിക്ചർ എടുക്കുകയാണെങ്കിൽ നൈട്രജൻ HRH and there is a positive charge. ഇപ്പോൾ ഇത് എത്ര സോൾവേഷൻ എഫക്റ്റ് ഫോം ചെയ്യും, എത്ര സോൾവേഷൻ എഫക്റ്റ് ഫോം ചെയ്യും, 3 ഹൈഡ്രജൻ വെച്ചിട്ട് സോൾവേഷൻ എഫക്റ്റ് ഫോം ചെയ്യും. സോ നേരത്തെ അമോണിയ പറഞ്ഞതിനേക്കാൾ സോൾവേഷൻ എഫക്റ്റ് കുറവായിരിക്കും പ്രൈമറി അമൈനിൽ. ആൻഡ് വാട്ട് അബൌട്ട് ദ സെക്കൻഡറി അമൈൻ? സെക്കൻഡറി അമൈൻ ആകുമ്പോൾ ഇവിടെയും കൂടി എന്താവും, മാറിയിട്ട് 6 വരും അഗൈൻ. ആൻഡ് വാട്ട് അബൌട്ട് ദ ടെർഷറി അമൈൻ? ടെർഷറി അമൈൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും, ടെർഷറി അമൈൻ ആണ് സമയത്ത് ഇവിടെ കൂടി എന്ത് ചെയ്യും, R ഗ്രൂപ്പ് വരും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകെ കൂടി എത്ര സോൾവേഷൻ എഫക്റ്റ് ഉണ്ടാവുള്ളൂ, ഓൺലി 1 സോൾവേഷൻ എഫക്റ്റ്. സോ ബൈ കൺസിഡറിങ് ദി സോൾവേഷൻ എഫക്റ്റ് ഏറ്റവും കൂടുതൽ ബേസിക് ആണെന്ന് പറയുന്നത് ആരായിരിക്കും, പ്രൈമറി അമൈൻ ആയിരിക്കും മോസ്റ്റ് ബേസിക് അക്കോർഡിംഗ് ടു ദ സോൾവേഷൻ എഫക്റ്റ്, ദാൻ സെക്കൻഡറി അമൈൻ, ദാൻ ടെർഷറി അമൈൻ. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഓർഡർ വരുന്നത്, ബിക്കോസ് ഓഫ് ദെയർ സ്റ്റെബിലിറ്റി ഓഫ് ദി കോൺജുഗേറ്റ്, സ്റ്റെബിലിറ്റി ഓഫ് ദി കോൺജുഗേറ്റ് ആസിഡ് അല്ലേ. ആ കോൺജുഗേറ്റ് ആസിഡിന്റെ സ്റ്റെബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓർഡർ പറഞ്ഞത്. ബിക്കോസ് സോൾവേഷൻ എഫക്റ്റ് ഏറ്റവും കൂടുതൽ പ്രൈമറിയിലാണ് വരിക, അതിനേക്കാൾ കൂടുതൽ എവിടെ ആയിരിക്കും, അമോണിയയിലായിരിക്കും ഉണ്ടാവുക അല്ലെ. അത് കഴിഞ്ഞിട്ടാണ് പ്രൈമറിയിൽ വരുള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡറിയിൽ, അത് കഴിഞ്ഞിട്ടാണ് ടെർഷറിയിൽ വരുന്നത്. സോ ശ്രദ്ധിക്കുക. അപ്പോൾ അമോണിയ അമൈൻ, സെക്കൻഡറി അമൈൻ, ടെർഷറി അമൈൻ, ഈ ഒരു ഓർഡർ ആയിരിക്കും ബേസ്ഡ് ഓൺ ദ സോൾവേഷൻ ഇഫക്റ്റ്. ഇനി ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്റ്റെറിക് എഫക്റ്റ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എ സ്റ്റെറിക് എഫക്റ്റ്. നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെറിക് ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാക്ടർ കൂടി പരിഗണിച്ചിട്ട് വേണം നമ്മൾ എന്ത് പറയാൻ, ബേസിക് സ്ട്രെങ്ത് പറയാൻ. സോ അപ്പോൾ സ്റ്റെറിക് ഫാക്ടർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പ്രൈമറി അമൈൻ എടുക്കാം, NH2 and there is a 2 lone pair electron. This is a primary amine. Primary amine. എന്നാൽ നമ്മളൊരു സെക്കൻഡറി അമൈൻ എടുക്കാം, N lone pair electron അല്ലേ. സോറി നമ്മളിതിനൊന്നുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് ഏതാ, ഞാനൊരു പ്രൈമറി സെക്കൻഡറി ടെർഷറി അമൈൻ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാൻ പോവാണ്. സോ ഞാനൊരു പ്രൈമറി അമൈൻ എടുക്കാൻ പോവാണ്, ദാറ്റ് ഈസ് NH then H then CH3 and CH3 ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും CH3 എന്നുള്ളത് ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാൻ പോവാണ്, C എന്ന് എഴുതി, then H then H then H. ഇറ്റ്സ് എ CH3 ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതി. ഇനി ഞാൻ സെക്കൻഡറി അമൈൻ എടുക്കുകയാണ്, അപ്പോൾ ഒരു CH3 ഒരു CH3 ആയി. then അടുത്ത CH3 കൊടുക്കാൻ പോവാണ്, അടുത്ത CH3. ഓക്കെ, then അതിനകത്തൊരു H, അപ്പോൾ 2 CH3 ആയി. and there is a lone pair electron. ഇനി ഞാൻ ടെർഷറി അമൈൻ എടുക്കാൻ പോവാണ്, അപ്പോൾ ഒരു CH3. ഓക്കെ, then അടുത്ത CH3. ഓക്കെ, then അടുത്ത CH3. ഓക്കെ, ഇവിടെയാണ് ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഒരേ ഒരു CH3 മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ ഇതിന്റെ അടുത്തുള്ള ലോൺ പെയർ ഇലക്ട്രോൺസ് വാങ്ങിക്കാൻ ഈസിയായിട്ട് വരാൻ പറ്റും.
അല്ലേ? കാരണം ഈ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടായാൽ മാത്രം പോരാ, അത് ഡൊണേറ്റ് ചെയ്യണം. അത് ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് ആർക്കെങ്കിലും ഒന്ന് വാങ്ങി കൊണ്ടുപോകാൻ പറ്റണം. അപ്പോൾ ഇവിടെ ഒരേ ഒരു ബൾക്കിയസ്റ്റ് ഗ്രൂപ്പുള്ളൂ CH3. എന്നാൽ ഇവിടെ വരുമ്പോൾ അത് 2 ബൾക്കിയസ്റ്റ് ഗ്രൂപ്പായി. ഇവിടെ വരുമ്പോൾ അത് 3 ബൾക്കിയസ്റ്റ് ഗ്രൂപ്പായി. സോ ദർ ഈസ് എ 3 ബൾക്കിയസ്റ്റ് ഗ്രൂപ്പ്. അവിടെ വരുമ്പോൾ എത്രയാണ്? 3 ബൾക്കിയസ്റ്റ് ഗ്രൂപ്പ് ആവുന്നുണ്ട്. മൊത്തം 3 ബൾക്കിയസ്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ 3 ബൾക്കിയസ്റ്റ് ഗ്രൂപ്പ് വരുമ്പോൾ ഇവിടെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ലാണ്ട് വരാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ പെയർ ഇയാളെ കയ്യിലുണ്ട്, പക്ഷേ എന്താണ് അതിൻ്റെ അടുത്തേക്ക് ആർക്കും വരാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഡ്യൂ ടു ദ സ്റ്റെറിക് എഫക്റ്റ്. എന്തായാലും പറയാം, സ്റ്റെറിക് എഫക്റ്റ്. അപ്പോൾ സ്റ്റെറിക് എഫക്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ളത് ആരായിരിക്കും? സ്റ്റെറിക് എഫക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ളത് പ്രൈമറി അമൈൻ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ബേസിക്, ദാൻ സെക്കൻഡറി അമൈൻ, ദാൻ ടെർഷറി അമൈൻ. അപ്പോൾ നമുക്ക് ഈ ബേസിക് സ്ട്രെങ്ത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ബേസിക് സ്ട്രെങ്ത് ഓഫ് അമൈൻസ്? ഓക്കെ, so what are the factors influencing basic strength of amine? Sadhika, factors affecting basic strength. Factors affecting basic strength. Okay, so ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് ബേസിക് സ്ട്രെങ്ത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. റെഡി? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ബേസിക് സ്ട്രെങ്ത്? ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് നമുക്ക് ബേസിക് സ്ട്രെങ്ത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്? ബേസിക് സ്ട്രെങ്ത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്? ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. എന്നാൽ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സോൾവേഷൻ ഇഫക്റ്റ്. സോൾവേഷൻ ഇഫക്റ്റ്. എന്നാൽ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെറിക് എഫക്റ്റ്. സ്റ്റെറിക് ഇഫക്റ്റ്. സ്റ്റെറിക് ഇഫക്റ്റ്. ഓക്കെ, സോ ഈ 3 ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് എ പോളാർ സോൾവെന്റ് aqueous സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻ aqueous സൊല്യൂഷൻ. aqueous സൊല്യൂഷൻ എന്ന് പറയാം. അവിടെ ഈ 3 ഫാക്ടറും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്നാൽ ഇൻ ദ കേസ് ഓഫ് എ നോൺ പോളാർ സോൾവെന്റ് അവിടെ എന്ത് മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻ ദ കേസ് ഓഫ് എ നോൺ പോളാർ സോൾവെന്റ്. നോൺ പോളാർ സോൾവെന്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നോൺ പോളാർ സോൾവെന്റ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. നോൺ പോളാർ സോൾവെന്റിനകത്താണ് ഇത് വരുന്നത് വിചാരിക്കാം. അങ്ങനെ ഇതൊരു നോൺ പോളാർ സോൾവെന്റിന്റെ പെൻസിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോൺ പോളാർ മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ only affect the inductive effect, only influence the factor that is inductive effect. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമേ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബേസിക് സ്ട്രെങ്ത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് പോളാർ മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും? 3 ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യും. ഏതൊക്കെ? ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും, ദെൻ സോൾവേഷൻ ഇഫക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും, ദെൻ സ്റ്റെറിക് എഫക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. എന്നാൽ നോൺ പോളാർ മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ ആകെ എന്ത് മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ? ഓൺലി ഇറ്റ് ഇൻഫ്ലുവൻസസ് ദി ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു പോളാർ മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കോൺജുഗേറ്റ് ബേസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന്റെ ബേസിക് സ്ട്രെങ്ത് പറയുന്നത്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡക്റ്റീവ് എഫക്റ്റ് വരും, സോൾവേഷൻ എഫക്റ്റ് വരും, സ്റ്റെറിക് എഫക്റ്റ് വരും, ഇതെല്ലാം വരും. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിന്റെ ഓർഡർ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇൻ പോളാർ സൊല്യൂഷൻ, ഒരു പോളാർ സൊല്യൂഷനിൽ CH3NH2 ഇറ്റ്സ് എ പ്രൈമറി അമൈൻ, then CH3 twice NH it's a secondary amine, then CH3 thrice N it's a tertiary amine. By considering all the factors, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഇൻഡക്റ്റീവ് എഫക്റ്റ്, സോൾവേഷൻ എഫക്റ്റ് ആൻഡ് സ്റ്റെറിക് എഫക്റ്റ്. ഈ 3 ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ട് ഇതിന്റെ ബേസിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ ഒന്ന് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ പോളാർ സൊല്യൂഷൻ, ആക്വസ് സൊല്യൂഷനിൽ ഇതിന്റെ ബേസിക് സ്ട്രെങ്ത് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ളത് CH3 twice NH ആയിരിക്കും. ദാറ്റ് ഈസ് സെക്കൻഡറി അമൈൻ ഈസ് മോർ ബേസിക് ദാൻ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രൈമറി അമൈനാണ് വരിക, CH3NH2, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആര് വരുന്നത്? CH3 thrice N വരുന്നത്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. ഇതേപോലെ തന്നെ നമ്മളുടെ ഈഥൈൽ അമൈനിന്റെ
ബേസിക് സ്ട്രെങ്ത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഈഥൈൽ അമൈൻ്റെ ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് പോളാർ മീഡിയത്തിലെ ഈഥൈൽ അമൈൻ്റെ ബേസിക് സ്ട്രെങ്ത് ആണ്. ദാറ്റ് ഈസ് CH3 CH2 NH2. ഓക്കെ, ഇറ്റ്സ് എ പ്രൈമറി അമൈൻ തന്നെയാണിത്. ദെൻ CH3 CH2 twice NH സെക്കൻഡറി അമൈൻ ആണ്. ആൻഡ് CH3 CH2 thrice N, it's a tertiary amine. Okay, so what is the order of the basic strength in the given amines in polar solvents or aqueous solvents? ഇതൊരു aqueous solvent ആണെങ്കിൽ aqueous solution ആണെങ്കിൽ ഇതിന്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് വരിക. CH3 okay, CH3, the order is CH3 CH2 twice NH, secondary ആണ് most basic ആവുക. then CH3 CH2 thrice N, അത് കഴിഞ്ഞ tertiary ആണ്. then CH3 CH2 NH2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ നിങ്ങൾ ജസ്റ്റ് നോർത്തിരിക്കുക. ബൈ കൺസിഡറിങ് ഓൾ ദ ഫാക്ടേഴ്സ്, അതായത് പോളാർ സോൾവെന്റിലോ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിലോ ഈഥൈൽ അമൈൻ്റെ ബേസിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇതായിരിക്കും. മീഥൈൽ അമൈൻ്റെ എന്താണെന്നുള്ള കാര്യം കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മറ്റ് എക്സാമ്പിളിലേക്ക് പോകാം. ഞാനിവിടെ 1-2 എക്സാമ്പിൾ തരാം. അപ്പം നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം, ഏതാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. സോ ഞാനിവിടെ നിങ്ങൾക്ക് തരാൻ പോകുന്ന ബേസിക് സ്ട്രെങ്ത്തിന്റെ അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്ന് ദിസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന്, ദ ഫസ്റ്റ് വൺ ഈസ് എ അനിലിൻ NH2. okay, and the second one is a cyclohexane NH2 group. okay, and the third one is pyridine. okay, and the fourth one is pyrrole. okay, so this is the question. അപ്പോൾ ഇതിൽ ഏതാണ് മോസ്റ്റ് ബേസിക് എന്ന് പറയണം. സോ വിച്ച് ഇസ് മോസ്റ്റ് ബേസിക്? ക്ലിയർ? ഇതിൽ ഏതാണ് മോസ്റ്റ് ബേസിക് എന്ന് പറയണം. സോ ദിസ് ഇസ് A, ദിസ് ഇസ് B, and this is C, and this is T. അപ്പോൾ ഇതിൽ എല്ലാം നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഈസ് അരോമാറ്റിക്, ഇറ്റ് ഈസ് ഓൾസോ അരോമാറ്റിക്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ അരോമാറ്റിക് അല്ലേ? ആൻഡ് അരോമാറ്റിക് അമൈൻ ആണോ മോസ്റ്റ് ബേസിക്? അത് നമുക്കറിയാം. അലിഫാറ്റിക് അമൈൻ ആണ് മോസ്റ്റ് ബേസിക്. സോ B ഈസ് മോർ ബേസിക് ദാൻ. പിന്നെ ഇതുണ്ട്, പിരിഡിൻ ഉണ്ട്, ദെൻ പൈറോൾ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, പിരിഡിനിൽ ലോൺ പെയർ ഇലക്ട്രോണ് ഈ റെസനൻസിൽ പങ്കെടുക്കുന്നില്ല. ഓക്കെ, ഓൾറെഡി ഇവിടെ എന്താണ് ഡബിൾ ബോണ്ട് 3 ഉണ്ട്. ഓക്കെ, അതാണ് റെസനൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ റെസനൻസ് സ്ട്രക്ചറിന് കാരണം. അതല്ലെങ്കിൽ കോൺജുഗേഷനിൽ പങ്കെടുക്കുന്നില്ല, അതല്ലെങ്കിൽ അരോമാറ്റിസിറ്റിക്ക് കാരണം എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി 3 പൈ ബോൺസ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ലോൺ പെയർ ഇലക്ട്രോൺ അതിൽ പങ്കെടുക്കുന്നില്ല. സോ അങ്ങനെ വരുമ്പോൾ പക്ഷേ ഇവിടുത്തെ ലോൺ പെയർ ഇലക്ട്രോൺ ഇവിടുത്തെ എന്തിൽ പങ്കെടുക്കുന്നുണ്ട്? റെസനൻസിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു H+ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താവും? H+ സ്വീകരിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ ലോൺ പെയർ ഇലക്ട്രോൺ ലോസ് ആവും, അല്ലെങ്കിൽ നഷ്ടപ്പെടും, പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ അതിന്റെ അരോമാറ്റിസിറ്റി ലോസ് ആവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇത് ബേസ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ അബ്സ്ട്രാക്ട് പ്രോട്ടോൺ, അല്ലെങ്കിൽ ഇറ്റ് വിൽ അക്സെപ്റ്റ് പ്രോട്ടോൺ H+. സോ അങ്ങനെ H+ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഡബിൾ ബോണ്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ നൈട്രജന് ഒരു പോസിറ്റീവ് ചാർജ് വരും. നൈട്രജന്റെ ലോൺ പെയർ ഇലക്ട്രോൺസ് കൊടുത്തിട്ടാണ് അതിനെ വാങ്ങിക്കുന്നത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ എന്ത് വരും? കോൺജുഗേഷൻ ഒക്കെ ഉണ്ടാവും, ബട്ട് ലോസ്റ്റ് അരോമാറ്റിസിറ്റി അല്ലേ? ലോസ്റ്റ് അരോമാറ്റിസിറ്റി, അതിന്റെ അരോമാറ്റിസിറ്റി എന്താവും? നഷ്ടപ്പെടും. ഓക്കെ, അരോമാറ്റിസിറ്റി വിൽ ബി ലോസ്റ്റ് അരോമാറ്റിസിറ്റി. സോ അത് ഒരിക്കലും സ്റ്റേബിൾ അല്ല. അപ്പോൾ ഒരിക്കലും അത് H+ സ്വീകരിക്കാൻ തയ്യാറാവില്ല. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ളത് ആരാണ്? B കഴിഞ്ഞാൽ പിന്നെ A ആണ് വരിക. ഓക്കെ, സോ സോറി, നോട്ട് A, ഇറ്റ് ഈസ് C. കാരണം ഇവിടുത്തെ ലോൺ പെയർ ഇലക്ട്രോൺ ഓൾറെഡി ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, റെസനൻസിൽ പങ്കെടുക്കും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ ലോൺ പെയർ ഇലക്ട്രോൺ പങ്കെടുക്കുന്നില്ല. സോ B കഴിഞ്ഞാൽ പിന്നെ C ആണ് വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാണ് വരിക? A ആണ് വരിക. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ആര് വരിക? D വരിക. സോ ദിസ് ഈസ് ദ ഓർഡർ ഓഫ് ദി ബേസിസിറ്റി ഓഫ് ദിസ് ഗിവൺ ബേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത്.
ഓക്കെ. സോ ഞാൻ തരാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ക്വസ്റ്റ്യൻ ഈസ് NH2 and here NO2. Okay, and NH2 and here OCH3, and next one is NH2 and here Cl. Okay, and the last one is just NH2 or aniline. So this is A and this is B and this is C and this is T. So which is more acidic? Sorry, which is more basic? Not acidic, which is more basic? Which is more basic? So this is the question. ഇതിൽ ഏതാണ് കൂടുതൽ ബേസിക് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ദിസ് NO2 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എം എഫക്റ്റും മൈനസ് ഐ ഇഫക്റ്റും ആണ്. ദാറ്റ് മീൻസ് ഇലക്ട്രോണുകൾ വലിക്കുക ചെയ്യുക. ഇലക്ട്രോൺ വലിച്ചു കഴിഞ്ഞാൽ ഈ ലോൺ പെയർ ഇലക്ട്രോൺ പെട്ടെന്ന് താഴത്തേക്ക് തന്നെ വരും. അപ്പോൾ ഇലക്ട്രോണിന്റെ അവൈലബിലിറ്റി ഇവിടെ കുറയും. ഓക്കെ, ആൻഡ് OCH3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മൈനസ് ഐ ഇഫക്റ്റ് ഉണ്ടാവും, എന്നാൽ പ്ലസ് എം മീസോമറിക് അല്ലെങ്കിൽ റെസൊണൻസ് എഫക്റ്റ് ഉണ്ടാവുക. കാരണം ഈ ഓക്സിജൻ ലോൺ പെയർ ഉണ്ടാവും, അപ്പോൾ അത് അങ്ങോട്ട് കൊടുക്കുക ചെയ്യാം. ദെൻ Cl എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഓൺലി മൈനസ് ഐ എഫക്റ്റ് മാത്രം ഉണ്ടാവുക. ഓക്കെ, ദെൻ പ്ലസ് എം എഫക്റ്റ് ഉണ്ടാവും അല്ലേ. ദെൻ ഇവിടെ ആ എഫക്റ്റ് ഇല്ല. സോ അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് ഇതിൽ ഈ ഒരു കമ്പാരിസണിൽ നിങ്ങൾക്ക് അറിയാം ഏത് എഫക്റ്റ് വരുമ്പോൾ കൂടുതൽ അസിഡിക് ആവുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോറി, കൂടുതൽ ബേസിക് ആവുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നോക്ക്, ഇതിലെല്ലാം ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്നതനുസരിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുക ചെയ്യുക അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഇങ്ങോട്ട് എന്താവും? റെസൊണൻസിൽ പങ്കെടുക്കും. അപ്പോൾ ഇയാള് വളരെ സ്ട്രോങ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഈ ഇലക്ട്രോൺ പെയറിന് ഒരിക്കലും കിട്ടൂല. ഇവിടെ ഇലക്ട്രോൺ പെയറിനെ കിട്ടാൻ പോകുന്നില്ല. ഇലക്ട്രോൺ എന്ത് ചെയ്യും? റിംഗിൽ കൂടും. അപ്പോൾ എന്താ, റിംഗിൽ കൂടി കഴിഞ്ഞാൽ ഈ നൈട്രജന്റെ അടുത്ത് ഇലക്ട്രോണിന്റെ പ്രസൻസ് കൂടും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ OCH3 ഉള്ളത് കൊണ്ട് അവിടെ പ്ലസ് മീസോമറിക് എഫക്റ്റ്, പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് ആണ് വരുന്നത്. സോ ഈ ലോൺ പെയർ ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ റിംഗിൽ ഇലക്ട്രോണിന്റെ പ്രസൻസ് കൂടും. റിംഗിൽ ഇലക്ട്രോണിന്റെ പ്രസൻസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നൈട്രജന്റെ അടുത്ത് ഇലക്ട്രോണിന്റെ പ്രസൻസ് കൂടും. അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ട്രോൺ അവൈലബിലിറ്റി കുറച്ച് കൂടും. ഏതിനേക്കാൾ കൂടും? ഡിനേക്കാളും കൂടും. കാരണം ഇവിടെ അങ്ങനെ ഇലക്ട്രോണിനെ പുള്ള് ചെയ്യാൻ, റിംഗിലേക്ക് ഇലക്ട്രോണിനെ പുള്ള് ചെയ്യാൻ ഇവിടെ ആരുമില്ല, ഡിയിലില്ല. പക്ഷെ ഇവിടെ ബിയിലുണ്ട്. സോ അപ്പോൾ ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ആരായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ, ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ളത് ബി ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും? പിന്നെ ഡി ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും? സി ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? എ വരുന്നത്. കാരണം എന്താ പറയുക, ഇത് രണ്ടും ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. പക്ഷെ ഇവിടെ Cl ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്, NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. പക്ഷെ NO2 മൈനസ് എം എഫക്റ്റും മൈനസ് ഐ എഫക്റ്റ് രണ്ടും ഉണ്ട്. ക്ലോറിൻ ആണെങ്കിൽ മൈനസ് ഐ ഇഫക്റ്റ് ഇല്ല, മൈനസ് എം ഇഫക്റ്റ് ആണല്ലോ കേട്ടോ. സോറി, ക്ലോറിന് മൈനസ് ഐ ഇഫക്റ്റ് തന്നെയാണ്, ഇലക്ട്രോൺ വലിക്കാണ് ചെയ്യുക. ഓക്കെ, മൈനസ് ഐ ഇഫക്റ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, ക്ലോറിന് മൈനസ് ഐ ഇഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക, ഇലക്ട്രോണോട് വലിക്കാണ് ചെയ്യുക. പക്ഷെ രണ്ടിൻ്റെയും പവർ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് കപ്പാസിറ്റി ആയിരിക്കും കൂടുതൽ, NO2 കൂടുതൽ. നമ്മളെ ഫസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഫസ്റ്റ് വീഡിയോ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ ഭാഗത്തുള്ള ആ ടൈമിൽ നമ്മൾ എടുത്ത ക്ലാസ് കേട്ടുള്ളവർക്ക് അറിയാം. ഓർഡർ ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് കപ്പാസിറ്റി ക്ലോറിനും NO2 എടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് കൂടുതൽ ഉണ്ടാവുക? NO2 ആണ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ക്ലിയർ. മാത്രമല്ല ഇവിടെ പ്ലസ് എന്തുണ്ട്? എം എഫക്റ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ അതും മൈനസ് ആണ്, അതും ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. ഇവിടെ എന്താണ് ഈ പ്ലസ് എം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഉണ്ടാവും, അത് അങ്ങോട്ട് കൊടുക്കും. ഓക്കെ, റെഡി. അപ്പോൾ ആ ഒരു കാര്യം എന്താണ് ശ്രദ്ധിക്കുക. സോ ദ ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നതായിരിക്കും ബി ഈസ് മോർ ബേസിക് ദാൻ ഡി ദാൻ സി ദാൻ എ. സോ ദിസ് ഇസ് ദ ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്. അപ്പോൾ നമ്മുടെ ബേസിക് സ്ട്രെങ്ത്തിന്റെ ഓർഡറിന്റെ കാര്യം ഒരു എക്സാമ്പിൾ കൂടി കഴിഞ്ഞു. അനദർ എക്സാമ്പിൾ ഈസ്, മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുൻ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. സോ ഇത് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അനദർ എക്സാമ്പിൾ ഫോർ ബേസിക് വൺ ഓർ ബേസിക് സ്ട്രെങ്ത്. ഇവിടെ NME2. Okay, and another one is and there is a CH3 loop.
ME എന്ന് പറയുന്നതും CH3 എന്ന് പറയുന്നത് ME എന്ന് പറയുന്നതും CH3 എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഓക്കെ, another one is NCH3 CH3 and here CH3 and CH3. Okay, so what is the order of this is A and this is B and this is C. So what is the order of basic strength? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ദിസ് ഇസ് എ ബൾക്കി ഗ്രൂപ്പ്. ഇതെന്താണ്? ബൾക്കി ഗ്രൂപ്പാണ് അല്ലേ? ഇറ്റ്സ് എ ബൾക്കി ഗ്രൂപ്പ്. സോ ദിസ് ബൾക്കി ഗ്രൂപ്പ് ഇവിടെ CH3 ഈ ഭാഗത്ത് വരുന്നതോടുകൂടി എന്താവും? ആകെ സ്റ്റെറിക് എഫക്റ്റ് ഉണ്ടാവും. സ്റ്റെറിക് ഇഫക്റ്റ്. സോ ദെയർഫോർ ദിസ് NMe ട്വൈസ്, അതായത് ഈ പറയുന്ന ഗ്രൂപ്പ് എന്താവും? ഈ പറയുന്ന ഈ റൗണ്ട് റെഡ് ലൈനിൽ ഞാൻ അല്ലെങ്കിൽ റെഡ് കളറിൽ ഞാൻ ഇവിടെ വരച്ചിട്ടില്ല ഈ ഒരു ഗ്രൂപ്പ്. ഓക്കെ, നിങ്ങൾക്ക് പിക്ചർ കാണുന്നതിന് പ്രയാസം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യാം, ആയിക്കോളൂ. ഈ പറയുന്ന റെഡ് കളറിലുള്ള ഈ പറയുന്ന ഗ്രൂപ്പ്, ഓക്കെ, ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റെറിക് എഫക്റ്റ് കാരണം ഇറ്റ് വിൽ മൂവ് എബവ് ദ പ്ലെയിൻ. ഇറ്റ് വിൽ മൂവ് എബവ് ദ പ്ലെയിൻ. അതെന്തായിട്ട് മാറും? എബവ് ദ പ്ലെയിനിലേക്ക് മാറും. എബവ് ദി പ്ലെയിനിലേക്ക് മാറും. എബവ് ദ പ്ലെയിനിലേക്ക് മാറാനുള്ള കാരണം എന്താണെന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ദ സ്റ്റെറിക് എഫക്റ്റ്. ഇവിടെ CH3 ഗ്രൂപ്പ് വരുന്നു, പിന്നെ NMe2 എന്ന് പറയുന്ന NMe ട്വൈസ് എന്ന് പറയുന്ന ബൾക്കി ഗ്രൂപ്പ് കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ സ്റ്റെറിക് എഫക്റ്റ് വരുന്നതുകൊണ്ട് ഇറ്റ് വിൽ മൂവ് എബവ് ദ പ്ലെയിൻ. എബവ് ദ പ്ലെയിനിലേക്ക് വരും. അങ്ങനെ എബവ് ദ പ്ലെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് പറയുന്നത് ഈ ലോൺ പെയർ ഇലക്ട്രോണും ഈ ബെൻസീൻ റിങ്ങും വേറെ വേറെ പ്ലെയിനിലായി. അങ്ങനെ വേറെ വേറെ പ്ലെയിനിലായി കഴിഞ്ഞാൽ ഈ ലോൺ പെയർ ഇലക്ട്രോൺസ് പിന്നെ എവിടെ പങ്കെടുക്കൂല? റെസൊണൻസിൽ പങ്കെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ദാറ്റ് മീൻസ് ദിസ് ലോൺ പെയർ ഇലക്ട്രോൺ ഈസ് അവൈലബിൾ ഫോർ ദ ഡൊണേഷൻ. അപ്പോൾ ഈ നൈട്രജൻ മെല്ല ലോൺ പെയർ ഇലക്ട്രോൺസ് എന്തായിരിക്കും? അവൈലബിൾ ആയിരിക്കും, ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ഓക്കെ, കാരണം സാധാരണഗതിയിൽ അരോമാറ്റിക് റിംഗുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഇവിടെ ഈ ലോൺ പെയർ റെസൊണൻസിൽ പങ്കെടുക്കും. പക്ഷെ ഇവിടെ ഈ സ്റ്റെറിക് എഫക്റ്റ് കാരണം, ബിക്കോസ് ഹിയർ ദർ ഇസ് എ ഹൈഡ്രജൻ ആറ്റം, ഇറ്റ്സ് വെരി സ്മോളർ ആറ്റം, വളരെ സ്മോളർ ആറ്റം ആയതുകൊണ്ട് സ്റ്റെറിക് എഫക്റ്റും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ബട്ട് ഇൻ ദിസ് കേസ് ഓപ്സിനകത്തേക്ക് വരികയാണെങ്കിൽ രണ്ട് CH3 ഗ്രൂപ്പ് അപ്പുറത്തും ഇപ്പുറത്തും വരുമ്പോൾ ആ സ്റ്റെറിക് എഫക്റ്റ് ഉണ്ടാവുന്നു. അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റെറിക് എഫക്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ NMe2 എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്താവും? എബവ് ദ പ്ലെയിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് എബവ് ദ പ്ലെയിനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ലോൺ പെയർ ഇലക്ട്രോൺസ് എന്താവും? പിന്നെ റെസൊണൻസിൽ പങ്കെടുക്കില്ല. കാരണം ഈ റിംഗ് ഒരു പ്ലെയിനിലും ഈ NH2 അല്ലെങ്കിൽ NCH3 ട്വൈസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വേറൊരു പ്ലെയിനിലായിരിക്കും. So therefore it does not participating, that lone pair electron does not participating in the resonance. റെസൊണൻസിൽ പങ്കെടുക്കില്ല. സോ അങ്ങനെ അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ വിച്ച് ഈസ് മോർ ബേസിക്? ദ C is more basic than B than A. So this is the order of basicity of this event. ഇതിന്റെ ബേസിക് സ്ട്രെങ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് എന്താണ് ബേസിക് സ്ട്രെങ്ത്തിന് ഇനിയും കുറച്ചുകൂടി ഉദാഹരണങ്ങൾ പറയാം, എക്സാമ്പിൾസ് പറയാനുണ്ട്. അതും അതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ് ആണ്. ദാറ്റ് മീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, എലിമിനേഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ തുടങ്ങിയിട്ടുള്ള റിയാക്ഷൻസ്, അതിന്റെ മെക്കാനിസവും കാര്യങ്ങളൊക്കെ SN1 SN2 അതേപോലെ E1 E2 ഈവൻ CB പോകുന്നത്. ഓക്കെ, അതിന് മുമ്പായിട്ട് കുറച്ച് ആസിഡ് ബേസിലെ കുറച്ച് കോൺസെപ്റ്റ് ബേസ് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ തരത്തിലുള്ള ടോപ്പിക്കുകളായിരിക്കും. ഓക്കെ, അത് നമുക്ക് ഈ വീക്കിലെ ഏതെങ്കിലും ഒരു ലാസ്റ്റ് ദിവസം, അതായത് സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.